ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന സ്ത്രീകളായിരിക്കും അധിക പേരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ജ്വല്ലറി മേക്കിംഗ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അതിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് സമ്പാദിക്കാമെന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ലക്കാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യണം, ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിൽ 10 രൂപ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതൊരു വേറെ ഫീലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിനോട് താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ യൂസ്ഫുൾ ആവും ഈ ഒരു വീഡിയോ. അതുപോലെ വീട്ടിൽ നിന്നും പുറത്ത് പോയിട്ട് നമുക്ക് ഈ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതിൻ്റെ കിറ്റാണെങ്കിൽ കിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചാനലിൽ മേക്കിംഗ് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് പഠിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇത് നിങ്ങൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. അതിപ്പം എന്താ പറയുക, നെക്ലേസുകളാവാം, അതുപോലെ വളകൾ ചെയ്ത് കൊടുക്കാം, ഹെയർ ബാൻഡ് മേക്കിംഗ് ചെയ്ത് കൊടുക്കാം, പാദസരം ചെയ്ത് കൊടുക്കാം. പാദസരമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നെക്ലേസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ഇതൊക്കെ അതിൻ്റെ പെൻഡൻറ്റുകളാണ്. കല്ല് വെച്ചതും ഇതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ളതും പല ഷേപ്പിലുള്ള ഐറ്റംസ് ഈ ലോക്കറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മളെ ഐഡിയക്ക് അനുസരിച്ചും കളർ കോമ്പിനേഷൻസിനനുസരിച്ചും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. പലർക്കും പലതരം കഴിവുകളുള്ളവരാണ്. ഞാൻ ചിലതൊന്നും വീഡിയോ കാണിക്കുന്നതൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. അതിനേക്കാൾ നല്ല ഭംഗിയിലും പെർഫെക്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്, ചെയ്യാതെ ഇരിക്കരുത്. നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐറ്റംസൊക്കെ നിങ്ങളെ വീട്ടിൽ കിട്ടുന്ന രീതിയിൽ അയച്ചു തരും കേട്ടോ. പോസ്റ്റൽ വഴിയാണ് ഞാൻ സാധാരണ അയക്കുന്നത്. കാരണം വീട്ടിലിരുന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതെ ചെയ്യുന്നവരാണ് അധിക പേരും. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റൽ വഴി ഈ ഐറ്റംസ് എല്ലാം അയച്ചു കൊടുക്കുന്നത്. അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 3 സ്മൈലി കമൻ്റ് ആയിട്ട് ഇടുക. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഈ പാദസരം, നെക്ലസ്, ബ്രേസ്ലെറ്റ് ഇവയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരു 50 രൂപ 60 രൂപേൻ്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 150 രൂപക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം തന്നെ 1000 2000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റും. നമ്മളെ ഫ്രീ ടൈം നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് നമ്മൾ വീഡിയോസ് മാത്രം കണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് കാണാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പിന്നാലെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഇയറിങ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതുപോലെ പല ഷേപ്പിൽ വരുന്ന ഈ പെൻഡൻറ്റുകളുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്യാം. ബ്രേസ്ലെറ്റ് ചെയ്യാം, മാല ചെയ്യാം. അതുപോലെ പല ഐറ്റംസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇനിയും കൊണ്ടുവരാനുണ്ട്. ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൽ അത്രയും ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്രയും മെറ്റീരിയൽസ് ഒന്നും ഞാൻ കൊണ്ടുവരാറില്ല. നമുക്കിതുപോലുള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കണം താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിനനുസരിച്ചിട്ടുള്ളൊരു കിറ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ സ്മൈലിൻ്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുക. ഇതുപോലുള്ള ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്കാണ് നമുക്ക് സപ്പോർട്ട് ഫുൾ. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്താനും നമ്മുടെ ചാനലിലും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഗുണം ഉണ്ടാവാനും ഒക്കെ കഴിയുള്ളൂ. ഇത് പാദസരം മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കൊളുത്താണ്. കൊളുത്തിൻ്റെ പ്രൈസും നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫുൾ റേറ്റ് ഒരു 50 60 ആ ഒരു റേറ്റിലാണ് വരിക. നമുക്ക് ഒരു പാദസരം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 150 രൂപ ആക്കുകയല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്. അതേ പൈസക്ക് തന്നെ നമുക്ക് ഇത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ്. മാത്രമല്ല നമ്മളൊരു മനസ്സിൻ്റെ സന്തോഷവും കൂടി ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം നമ്മൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടും ഒരു സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും.
ഇത് നമ്മൾ സ്റ്റഡിൻ്റെ താഴെ ഉണ്ടാകുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ബീഡ്സ് വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഐറ്റംസ് ആണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെമ്മറി വയർ, ഹുക്സ്, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ചിലപ്പോൾ എന്തൊക്കെയാണ്, ഇത് എന്തിന് യൂസ് ചെയ്യാമെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നതാണെന്ന്. അടുത്തൊരു വീഡിയോ മിക്കവാറും ഇത് എന്തിന് യൂസ് ചെയ്യുന്നതാണ്, ഇത്രയും ഐറ്റംസ് ഒക്കെ എന്തിനൊക്കെയാണെന്നുള്ളതൊക്കെ പറയാം കേട്ടോ. എന്താ പറയുക, ഈ ഒരു ഐറ്റം നിങ്ങൾ കാണുന്നുണ്ടാവും. സാധാരണ ഗിയർ വയറിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണിത്. ഇത് നമുക്ക് ചെയിനും അതുപോലെ ബ്രേസ്ലെറ്റും ഒക്കെ ഹാങ്ങിങ് ആയി കിടക്കുന്ന ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഗിയർ വയറാണ് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡിലും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡിലും ഈ ഒരു ടൈപ്പ് ഗിയർ വയർ വരുന്നുണ്ട്. അത് നമ്മൾ സാധാരണ നോർമൽ ഗിയർ വയറാണ്. ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടും. അത് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അറിയുന്നവർക്ക് അത് മനസ്സിലാവും. നമ്മൾ ഇനി ഓരോന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓരോ വീഡിയോസിലൂടെ. അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. നമ്മൾ ഈ ഒരു കാര്യം ഇപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടാകും, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇതെന്നല്ല, ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെങ്കിലും അതിൻ്റെ പിന്നാലെ നമ്മൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബിസിനസ്സാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും മേക്ക് ചെയ്ത് ജസ്റ്റ് ആർക്കെങ്കിലും കാണിച്ച് വേണ്ടാന്ന് പറഞ്ഞ് എന്നാൽ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോയി അപ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമറിനെ തിരഞ്ഞു പോകണം. അങ്ങനെ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം, നല്ല ക്ഷമയോട് കൂടെ കാത്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കുക്കിങ്ങും അതുപോലെ തന്നെ ക്രാഫ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ചെടി ഐറ്റംസിൻ്റെ വീഡിയോസ് ഇട്ട് അങ്ങനെ പിന്നെ എൻ്റെ വീഡിയോ റീച്ചായി. അതിനുശേഷം ഞാൻ ഫുൾ ഗാർഡൻ വീഡിയോസാണ്. നിങ്ങൾക്ക് കണ്ടാലുണ്ടാവും ഇഷ്ടംപോലെ ഗാർഡൻ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ മോളെ ഡെലിവറിൻ്റെ സമയത്ത് കുറച്ച് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ രസത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പിന്നീട് കുറേ വീഡിയോസ് ചെയ്തു, കുറേ ചെയ്തു. പിന്നെ ഒരു മെറ്റീരിയൽസിൻ്റെ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഒരുപാട് പേര് ഒരുപാട് ഐറ്റംസ് ചോദിച്ച് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ലക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏതാഗ്രഹവും അത് കെടാതെ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.